ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നും ഞങ്ങൾ പതിവ് പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, മഞ്ഞുള്ളത് കാരണം പതിവ് പോലെ മടിയും തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. മടി ഭയങ്കര മഞ്ഞാണ്. മഞ്ഞിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മൾ ഈ നടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മഞ്ഞ് മൂടി നമ്മളെ കാണാൻ പറ്റുന്ന ഡൗട്ടുണ്ട്. എല്ലാവരും നോക്കണം, എന്താ കാണിക്കുക രാവിലെ തുടങ്ങിയോ മൊബൈലും പിടിച്ച് കുറെ പിള്ളേര്. നമ്മുടെ കഷ്ടപ്പാട് അവര് മനസ്സിലാക്കുന്നുണ്ട്. 24 മണിക്കൂർ ഫോണില്ല. അങ്ങനെങ്കിലും ഒരു 21 days ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്നെ കുത്തിപ്പിടിച്ച് ഇടുന്നു. അയ്യോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അതെ, ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടോ ഐഷു? പറയാനുണ്ട്. അതായത് മടി ഒന്നിനും നല്ലതല്ല. നമ്മള് മടിച്ച് ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ അത് അവസാനം നടക്കാതെ പോകും. അതുകൊണ്ട് നമ്മൾ നാളെ എന്നൊരു സംഭവം നീട്ടി വെക്കാൻ പാടില്ല. ഇന്ന് എന്ത് ചെയ്യാനുണ്ടോ അതെ, ഡു ഇറ്റ് ടുഡേ. നാളത്തേക്ക് നമ്മളൊന്നും മാറ്റി വെക്കരുത്. ചെയ്യാനുള്ളത് അപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, കളയരുത്. ഒന്നും കൂടെ ഒച്ചറ പോകണം ഗൈസ്. യെസ്, ഒന്നുകൂടെ പോകുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഒച്ചറ പോയില്ലെങ്കിൽ നിങ്ങൾ പോകണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല തിരക്ക്, നല്ല പൊടിയുമാണ്. അയ്യോ, ഭയങ്കര പൊടിയാണ് ഗൈസ്. പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതെ, നടന്ന് തീരത്തില്ല. നടന്ന് വിശക്കും, ദാഹിക്കും. ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോ വിശക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും മേടിച്ചെങ്കിൽ തിന്നണം. സത്യം പറഞ്ഞാൽ ഒന്ന് കയറി തൊഴാൻ പറ്റിയില്ല, നടന്ന് ക്ഷീണിച്ചല്ലാതെ. സാധനങ്ങളൊക്കെ കണ്ട് മേടിച്ച് പോരും ഞങ്ങൾ. അതെ, സ്കൂളിൽ പോകുമ്പോ എന്ത് രസമായി. അതെ, നല്ല മഞ്ഞുണ്ട്. എന്താ എല്ലാവരുടെയും കൈ വടിയുണ്ട് നടക്കാൻ പോകുന്നവരുടെ കൈ. ഞങ്ങളുടെ കൈ മാത്രം തേങ്ങയില്ല. വല്ല പട്ടിയും കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓടുക എന്നുള്ളതല്ലാതെ ആദ്യം പട്ടിയുടെ പറയാൻ ഓടും, പിന്നെ പട്ടി ഞങ്ങളുടെ പറയുന്നത് പട്ടി ഇങ്ങോട്ട് വരും. ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടണം. ദൈവത്തെ ഓർത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ അതിങ്ങോട്ട് പറയും, ദൈവത്തെ ഓർത്ത് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വയ്യ, നിങ്ങൾ എന്നെ കടിക്കരുത്. ഓ, പറഞ്ഞു തീർന്നില്ലല്ലോ. അയ്യോ ശരി. ഇതുകൊണ്ട് മഞ്ഞുണ്ടാ. ഐഷു ഇങ്ങനെ എണ്ണുമായിരുന്നു. ഇന്ന് 18ാമത്തെ ദിവസം. 19, 20, 21 3 ദിവസം കൂടെ ഉള്ളു. അതിനുള്ളിൽ താങ്കൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ പറയാനായിട്ട്? എന്തെങ്കിലും പറയാൻ. നല്ല മഞ്ഞുണ്ട്, നല്ല കുളിരുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ വല്ലാത്തൊരു ചെറിയ തണുപ്പ് ഇങ്ങനെ വന്നു തുടങ്ങുന്നു. വെള്ളമൊക്കെ ഇങ്ങനെ ഊറി നിൽക്കുന്ന പോലെ, ചെടിയല്ലേ, മരത്തിലൊക്കെ നല്ല മഞ്ഞ്. മറ്റേ ഈ സമയത്ത് സൂര്യൻ എടുത്തിട്ട് അലക്കുന്ന സമയം. സൂര്യനൊന്നും വന്നിട്ടേ ഇല്ല. എന്ത് ചെയ്യടാ, വന്നിട്ടേ ഇല്ല. മറ്റേ 6 ആകുമ്പോഴേക്കും വരുന്നതായിരുന്നു. അതെ, സൂര്യനെ നോക്ക്. നിനക്ക് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, കൊച്ചിനെ സ്കൂളിൽ കിടണം. സൂര്യനെ ഇനിയും കാണണമെങ്കിലേ
മാർച്ച് മാസം ആവേണ്ടി വരും. എന്തിനാണോ ഉള്ളൊക്കെ വേസ്റ്റ് കൊണ്ടുപോകും. മൊത്തം അങ്ങ് വേസ്റ്റ് ഇട്ട് നശിപ്പിക്കാണ്. അതാ ഇപ്പൊ കൊണ്ടിടുന്നതിന്റെ ഒക്കെ വീട്ടിലങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? കൂൾ ഡൗൺ. അല്ല ചോദിച്ചതാ. നമ്മളിപ്പോ റോഡിലായോണ്ട് ഓരോരുത്തരും ചോദിക്കത്തില്ലെന്ന് പറയാം. ചിന്നമ്മ വീട്ടിൽ ഞാൻ കുറച്ച് വേസ്റ്റ് കൊണ്ടിട്ടാ ചിന്നമ്മ ചോദിച്ചു റോഡിലാകുമ്പോ ആരും ചോദിക്കാൻ പറയാനില്ലല്ലോ. അതാ നിയമം മാറും, ഹോമം വേണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങൾ വീട്ടിലെത്താറായി. ഇനി ഇത്രയൊക്കെ ഉള്ളു പറയാൻ കേട്ടോ. ഇന്നലെ എന്നോട് ഒരുത്തം പറഞ്ഞോ, എന്തുവാ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മേക്കപ്പ് വിട്ട് ലിപ്സ്റ്റിക്ക് വിട്ട് പുട്ടി വിട്ട് ഫോട്ടോസ് ഇടുന്നു. യൂട്യൂബില് രാവിലെ എണീച്ച എഴുതി കണ്ണു എഴുതാതെ മുഖവും കഴുകി ജസ്റ്റ് ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം ബിക്കോസ് വി ആർ പച്ച ഹ്യൂമൻ. അതെ, അതായത് നമ്മൾ റിയാലിറ്റിയാണ് കാണിക്കുന്നത്. അതെ, മറ്റുള്ളവർ നേരത്തെ കോണ്ടന്റ് ഒക്കെ എഴുതി ഒരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഉറക്കത്തിന്ന് ഉറങ്ങുന്നതേ ക്യാമറ ഓണാക്കി വെച്ചോണ്ടാന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ എഴുതി വരുന്നത്. അതെ, പക്ഷെ ഉറക്കത്തിൽ അവർക്ക് ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക്കും ഉണ്ട്, കണ്ണൊക്കെ എഴുതി സെറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത്. അതെ, അവർ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് അതൊന്നും പോകത്തുമില്ല. അതെ, ഞങ്ങൾ അങ്ങനെയല്ല ഗൈസ്. ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാറില്ല, കണ്ണെഴുതാറില്ല. ഞങ്ങൾ എണീക്കുമ്പോഴും അഥവാ ഇച്ചിരി ഇരുന്നാലും തലേ ദിവസം എങ്ങനെ ആയിരിക്കും, മറന്നുപോയായിരിക്കും. ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ടും ഇരിക്കത്തില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ബിക്കോസ് വി ആർ പച്ച ഹ്യൂമൻ. ഓക്കെ, നമുക്ക് റിയാലിറ്റി മാത്രം കാണിച്ചാൽ മതി. ഞങ്ങൾ വിചാരിച്ചു ഈ ചലഞ്ച് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ഞങ്ങളൊരു ഗുഡ് ബൈ വന്നിട്ട് പോകാൻ നേരിച്ച് വന്നതാ. എന്നാ ശരിയേ, ബൈ ബൈ.